ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു നിരാശയിലാണ് ഞാനിപ്പോൾ അല്ലേ, വേറെ ഒന്നുമില്ല. ഇവിടെ ഇന്നലെ നമ്മൾ നട്ട ചെടികളൊക്കെ ഉഷാറായിട്ടുണ്ട്. പക്ഷേ ഇപ്പുറത്ത് കണ്ടോ, നമ്മൾ മണ്ണിട്ട് നികത്തിയ സ്ഥലം ഇപ്പോൾ മുഴുവൻ കുഴിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ നായ്ക്കളുടെ ശല്യം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വൈകിട്ട് ഞാനിതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി വെച്ച സംഭവമാണ്. ഫുൾ അവർ കുളിക്കുകയോ എന്തൊക്കെയോ കഴിഞ്ഞതാണ്. നന്നായിട്ട് മണ്ണ് മുഴുവൻ ഇൻ്റർലോക്കിലാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക എനിക്കറിയില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ നായ്ക്കളുടെ ശല്യം ഇതുപോലെ ഉണ്ടെങ്കിൽ അതിനെ തുരത്താൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. നമുക്ക് വേറെ ഒരു വഴിയും കാണാനുമില്ല. ഇത് മുഴുവൻ എന്നിപ്പോൾ അടിച്ചു വരാനും വൃത്തിയാക്കാനും നമുക്ക് കഴിയില്ലല്ലോ എല്ലാ സമയത്തും. നമ്മൾ പോകുന്ന സമയത്ത് ഇവർ വന്ന് കുളിയാ. എന്താ ചെയ്യുക. ഇന്നിപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ കയ്യിൽ ചുവന്ന ചീരയുടെയും പച്ച ചീരയുടെയും വിത്തുകളുണ്ട്. നമ്മുടെ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് പേര് പറയാൻ ഓർമ്മയില്ല. ഒരു ചേട്ടൻ്റെ വീഡിയോ കണ്ടപ്പം ആ ചേട്ടൻ്റെ അവതരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ചെറിയൊരു പച്ചമുളകിൻ്റെ തൈ എടുത്ത് അതിലിങ്ങനെ കായ്കൾ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഒറ്റ തൈ മതി വീട്ടമ്മമാർക്ക്, ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം. ഏതെങ്കിലും ഒരു മുളക് തൈയെങ്കിലും നിങ്ങൾ നടാൻ ശ്രമിക്കണം, ചീര നടാൻ ശ്രമിക്കണം എന്നൊക്കെ. അപ്പോൾ ഞാനതിൽ മോട്ടിവേറ്റഡായി. അങ്ങനെ ഞാനിതാ ഈ 2 ചീര പറഞ്ഞു വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഇനി ഗ്രോ ബാഗും വാങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഒന്ന് നനച്ച് ഉണ്ടാക്കി നോക്കാം. സാധാരണ മണ്ണിൽ നടുമ്പം വേറെ വിളകളൊക്കെ വരുമല്ലോ. ഈ വിള എന്നല്ല പറയല്ലേ, എന്താ പറയുക, കള എന്ന് പറയില്ലേ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചീരയൊക്കെ പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഗ്രോ ബാഗിൽ ചീര തൈകൾ നടാമെന്ന്. ഇത് കഴിഞ്ഞിട്ട് വേണം കൂടെ തന്നെ നമുക്ക് മുളക് തൈകളും നടാൻ. അപ്പോൾ ഇത് ചെയ്ത് നോക്കണം. ആദ്യം മണ്ണൊക്കെ സെറ്റാക്കണം. അതിൻ്റെ ശേഷം വേണം നമുക്കിത് ചെയ്യാൻ. നമ്മുടെ ആ കാര്യങ്ങളിലേക്ക് നിങ്ങളും കൂടെ വരും. ഓക്കെ. അപ്പോൾ നമുക്കൊരു ചക്ക, അയ്യോ അയ്യോ കയ്യണ്ട, ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ കിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്കപ്പുഴുക്ക് എനിക്കും ഫേവറേറ്റാണ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നു. ഇവിടെ മണ്ണ് കുറവാണ്. മണ്ണുണ്ടായിരുന്ന സ്ഥലമാണ്. നമ്മൾ മണ്ണെടുത്തപ്പം ഇപ്പം മണ്ണില്ലാതെ. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് ലൈവിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഈ മണ്ണ് എന്ന് പറയുന്നത് ചരലാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മണ്ണ് ഇറക്കിയിട്ടാണ് ചെടിയൊക്കെ നടുന്നത്. അപ്പോൾ ആ ഇറക്കിയ മണ്ണിൽ നിന്നാണ് ഞാനിപ്പോൾ എടുത്തിട്ട് വളമൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ചകിരി ഇതുപോലെയൊക്കെ ചേർത്ത് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല മണ്ണാക്കിയിട്ട് അതിൽ നടാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് മേൽമണ്ണായിട്ട് നമ്മുടെ ഇവിടുത്തെ മണ്ണുണ്ട്, അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. ഇതും സെറ്റ് ചെയ്യുക. വളം ചേർത്ത് ഇളക്കിയതിന് ശേഷം അതിൽ വിതച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇതാണ് ഞാൻ വാങ്ങിയ 2 വിത്തുകൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. വിത്തുകൾ മുളപ്പിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നടിയിൽ വസ്തുക്കളായ വെണ്ട, കയ്പ, പടവലം, ചുരുക്ക എന്താ സാധനം, മത്തൻ, കുമ്പളം, മുരിങ്ങ, തണ്ണിമത്തൻ, പീച്ചിങ്ങ എന്നീ വിത്തുകൾ ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർക്കേണ്ടതാണ്. പയർ വിത്തുകൾ, വെള്ളരി, കുക്കുംബർ എന്നീ വിത്തുകൾ കുതിർക്കേണ്ടതില്ല. വിത്തുകൾ ആഴത്തിൽ കുഴിച്ചിടരുത്. ഇനി പാകി മുളപ്പിച്ച് തൈകളായ ശേഷം മാറ്റി നടേണ്ട വിത്തുകൾ, ചീര, വഴുതന, തക്കാളി, മുളക് വിത്തുകൾ, കാബേജ്, കോളിഫ്ലവർ ചെടി വിത്തുകൾ ഇവയൊന്നും കുതിർക്കേണ്ടതില്ല കേട്ടോ. കുതിർത്ത് വെക്കേണ്ട എന്തായാലും. നമുക്ക് ഈ ഗ്രോ ബാഗ് നിറച്ചങ്ങ് മുളപ്പിക്കാം. അതേ ഇപ്പോൾ നടക്കും. പാകി മുളപ്പിക്കാൻ ചകിരിച്ചോറും മണ്ണും കൂടിക്കലർത്തിയ മിശ്രിതമാണ് ഉത്തമം. ഇതൊന്നും അറിയാതെ ഞാൻ ചകിരി പറിച്ചിട്ടിട്ട് ഞാൻ അതിൻ്റെ മണ്ണിൽ മിക്സ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. ചെറിയ വിത്തുകൾ ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉടമസ്ഥൻ്റെ പരിചരണമാണ് ഏറ്റവും നല്ല വളം. അതാണ്, ഉടമസ്ഥൻ്റെ പരിചരണമാണ് ഏറ്റവും നല്ല വളം. ആവശ്യമില്ലാത്ത വളപ്രയോഗം നടത്താതിരിക്കുക. അമിതമായി വെള്ളം ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നട്ടിട്ട് ഇവർ പറഞ്ഞ പോലെ അങ്ങ് ചെയ്തു നോക്കാം. എന്തായിരിക്കും റിസൾട്ട് എന്ന് കാണാമല്ലോ. ഓക്കെ. എൻ്റെ മുതിപ്പ് എവിടെയുള്ളത്? സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോലെയാണ്.
ഇത് ഈ കവറിനെ ഉറുമ്പ് കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് വെച്ചത്. ഇതാണ് നമ്മുടെ പച്ചച്ചീര. അപ്പോൾ നമുക്ക് ഒന്നിൽ പച്ച, ഒന്നിൽ ചുവപ്പ്, ഒന്നിൽ പച്ച, ഒന്നിൽ ചുവപ്പ്, അങ്ങനെ നടാം. എൻ്റെ മുഖത്ത് നോക്കി, ഇതിൽ വിത്തുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു അപാകത എൻ്റെ കയ്യിൽ പറ്റിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ കട്ട് ചെയ്തപ്പം ചെറുതായിട്ട് ഇവിടെ കട്ടായിട്ടുണ്ട്. ഞാനത് ശ്രദ്ധിക്കാതെയാണ് നിങ്ങളോട് സംസാരിച്ചത്. ഞാനപ്പോൾ ഇങ്ങനെ കാണിച്ചപ്പം കുറച്ച് എൻ്റെ കയ്യിലും കുറച്ച് ഇതിലും കുറച്ച് താഴത്ത് ഇത്തിരി ആയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിലുള്ളതിനെയൊക്കെ ഇതിലേക്ക് ഇടാം. പിന്നെ ഇവിടുന്ന് പിറക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ പിറക്കിയെടുക്കാൻ പറ്റില്ല, പക്ഷേ അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അടിച്ചെടുത്തിട്ട് മറ്റൊരിടത്ത് നടാം അല്ലേ. ഇപ്പോൾ ഇതിൽ ഞാൻ പച്ച തൈകൾ നടുകയാണ് കേട്ടോ. അതിൻ്റെ വിത്ത് വിതറുകയാണ്. നമുക്ക് 2 പച്ചയും 2 ചുവപ്പും. ഇത് നേരത്തെ കിട്ടി, മറ്റേത് കിട്ടിയില്ലായിരുന്നു ഈ സാധനത്തിന്. ഓക്കെ, ഇതിനൊക്കെ നല്ല സേഫ്റ്റിയിലാണ് ചെയ്തത്. ഞാൻ കട്ട് ചെയ്തപ്പോൾ ചെറിയ പ്രശ്നം വന്നാ കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ പിൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പച്ച ഇതിൽ നട്ടു, നമുക്ക് ചുവപ്പ് ഇതിൽ നടാം. ഇതിൽ പക്ഷേ കുറച്ച് തെറിച്ച് വീണ നമ്മുടെ പച്ച ഒക്കെ ഉണ്ടാവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. ഇപ്പോഴാണ് ഞാൻ അവിടെ ഒരാളെ ശ്രദ്ധിച്ചത് കേട്ടോ, വേറെ ആരുമല്ല, നമ്മുടെ അബ്ബി അന്ന് കാണിച്ചില്ലായിരുന്നോ, അത് വീണ്ടും കായ്ച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ ഈ അബ്ബി ഉണ്ടായത് താഴെ ഭാഗമായിരുന്നു കൊമ്പിൻ്റെ, ഇപ്പം എല്ലാം മുകളിലോട്ടാണ്. നോക്കി അതിൻ്റെ ഭംഗി. അപ്പോൾ ഇത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ പരിപാടികളൊക്കെ. കണ്ടോ, ഇവിടെ നല്ല തണലുണ്ട്. ഇത് നമ്മുടെ റേഷൻ ഫ്രൂട്ട് അല്ലേ, അതിൻ്റെ വള്ളിയാണ്. നന്നായി കായ്ക്കും എന്നുള്ള വിചാരത്തിലാണ് ഞങ്ങൾ ഈ പന്തലൊക്കെ ഒരുക്കി കൊടുത്തത്. പക്ഷേ ആളിതുവരെയും പൂട്ടിട്ടൊന്നുമില്ല. വരുമായിരിക്കും, വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും കേട്ടോ. നമുക്ക് ഇനി ചീരയുടെ മറ്റ് ഘട്ടങ്ങൾ, വളരുന്നത് മുതലുള്ള ഘട്ടങ്ങൾ പതിയെ നമുക്ക് കാണാം. ഇവിടെ നേരത്തെ ചെയ്ത കുറച്ച് കൃഷിയുടെ ബാക്കിയൊക്കെ കിടക്കുന്നുണ്ട്. ഇത് ടിഷ്യൂ വാഴയാണ് കേട്ടോ. ഇതൊക്കെ വലുതാവുന്ന ഘട്ടങ്ങളൊക്കെ നമുക്ക് കാണാം. കുഞ്ഞായിരുന്നു ടിഷ്യൂ, ഇത്രയും ഉണ്ടാവുള്ളൂ. ഇതിനിപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് ആൾ. ഓക്കെ, പിന്നെ ഇത് റെഡ് ലേഡി, പപ്പായ, അങ്ങനെ കുഞ്ഞ് ചെറിയ ഒരു പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ട് സൈഡിൽ. എന്നാലും ഗ്രോ ബാഗിലൂടെ ഒരു കൃഷി നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതുകൂടി നമുക്കൊന്ന് ട്രൈ ചെയ്തേ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ കാണാം.